ഗൈസ്, ജർമ്മനിയിൽ നിന്ന് നമ്മളൊരു ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓനത് കാണാൻ പോവാണ്. ഹലോ ഇപ്പോൾ എത്തിയേ സാറല്ലേ? നിലമ്പൂരിൽ നിന്നും ജർമ്മനിയിൽ പോയി ആദ്യമായി ബിസിനസ് ചെയ്ത ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ് സൻ. അത് കൂടാതെ തന്നെ അദ്ദേഹത്തിന് PhD ഉണ്ട്. പക്ഷെ വരവറിയിച്ചത് കരിമ്പ്യൂസിൽ ഒതുക്കാമെന്നാണോ എന്റെ ആഗ്രഹം. പക്ഷെ അതൊന്നും നടക്കൂല. നെല്ലിക്കക്ക് ഇങ്ങനെ ഒരു ഔഷധ ഗുണം ഉണ്ടെന്ന് അത് പറയുമ്പോഴാണ് ഞാൻ അറിയണത്. 3 നെല്ലിക്ക ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ കാലിന്റെ നടുവിരൽ വലുതാവുന്ന അവന്റെ എപ്പ പറഞ്ഞിരിക്കണോ. സംഭവം കരിമ്പ്യൂസിൽ നിൽക്കൂലെന്ന് സനുവിനും തോന്നിക്കണം. 2 പൊറാട്ട നിർത്തും. ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി കായലിന്റെ സൈഡിൽ ഇരുന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. ഈ ഒരു റെസ്റ്റോറന്റ് തിരഞ്ഞ് ഞങ്ങൾ ഒരുപാട് ദൂരം താണ്ടി വന്നു. ഞങ്ങളുടെ നാട്ടിലെ ആശാനും കൂടി ഇവിടെ കണ്ടപ്പോൾ ഞങ്ങൾ എന്തായാലും ഉറപ്പിച്ചു ഇവിടെ തന്നെ ഫുഡ്. ആശാനാരനോന്ന് കമന്റ് ചെയ്യാം. അദ്ദുവിന്റെ കല്യാണത്തിന് വേണ്ടി വീട്ടുകാരിങ്ങനെ ധൃതി പിടിക്കുന്നുണ്ട്. പക്ഷെ അദ്ദു അതിനൊന്നും പിടികൊടുക്കുന്നില്ല. എന്തോ ഒരു പിൻവലിവുണ്ട്. വെറുതെ ബീഫ് ഇങ്ങനെ പൊറുക്കി തിന്നപ്പോ ഞാൻ നാരങ്ങയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തപ്പോൾ ആൾക്കൊരു തൃപ്തി അയക്കണം. സ്പോൺസർ സനു ആയതുകൊണ്ട് തന്നെ ഓനിപ്പോ എന്ത് കാട്ടിയാലും നമ്മളെ നിന്ന് കൊടുക്കണം എന്നാണല്ലോ. ജർമ്മനിയിലൊന്നും പൊറാട്ടക്ക് ഫ്രീ കറി ഇല്ലാത്ത കൊണ്ടും പിന്നെ ആ ഫ്രീ കറിയിൽ ഒരു പീസും പാടി കിട്ടിയപ്പോ സനുവിന് എന്തോ ഒരു സന്തോഷം. അതും അങ്ങനെ നോക്കി നിൽക്കണോ. ഇവര് ബീഫ് ഫ്രൈമൊക്കെ തല്ലൂടുന്ന സമയത്ത് ഞാൻ എന്തായാലും ഒരു മാന്തൾ ഫ്രൈ കൂടി ഓർഡർ ചെയ്തിരുന്നു. സംഭവം സെറ്റ് ചെയ്യാൻ ഒരു നാരങ്ങയൊക്കെ പിഞ്ഞ് ഒരു പൊറാട്ട കൂട്ടി അടിച്ചപ്പോണ്ടല്ലോ എനിക്ക് എന്തായാലും ഇഷ്ടമായി. അത് നിങ്ങൾക്ക് എന്റെ അലച്ച കാണിക്കാതെ മര്യാദയോടെയുള്ള തീറ്റ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യും. ബീഫ് സത്യം പറഞ്ഞ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വെറൈറ്റി ആണ്. നമ്മളെ ഒളിയത്തിന് കിട്ടുന്ന ഇറച്ചി ചൂടാക്കി കഴിക്കൂലേ, ആ ഒരു ഫീലിംഗിനും. അങ്ങനെ ബീഫിനൊരു ഗുഡും മാന്തളിനൊരു വെരി ഗുഡും കൊടുത്തു. ഞങ്ങളവിടെ പുറത്തിറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഫിഷ് മസാജ് കണ്ടത്. നമുക്കിതൊന്നും മസാജ് ചെയ്യണമല്ലോ, നമുക്കിതൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കണതാണ് ഇഷ്ടം കൊണ്ട് നമ്മൾ അവിടെ നിന്നാണ് പോകുന്നത്. ഞങ്ങളൊരു നേരം കെട്ട സമയത്താണ് അവിടെ പോയതുകൊണ്ട് തന്നെ അവിടെ വലിയ ഫുഡുകളൊന്നും റെഡി ആയിട്ടില്ല. ഈവനിങ് നല്ല അടിപൊളി വെറൈറ്റികളൊക്കെ ഉണ്ടെന്ന് പോലും പറഞ്ഞു ചെയ്തു. അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് ഇവിടെയാണ്. എവിടെ? എടക്കര കലാസാഗർ.